Bernoulli's equation ഒരു basic numerical problem ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The water is flowing through a tapering pipe having diameters 300 mm and 150 mm at section 1 and 2 respectively. The discharge through the pipe is 40 liter per second. The section 1 is 10 meter above datum and section 2 is 6 meter above datum. Find the intensity of pressure at section 2 if that at section 1 is 400 kilonewton per meter square. അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് ഫിഗർ ഒന്ന് വരയ്ക്കാൻ നോക്കാം. So you have a tapering pipe, so diameter will be varying and it has 300 mm at section 1. So let this diameter be 300 mm at section 1 and 150 mm at section 2. So let this diameter be 150 mm. Okay, discharge through the pipe is 140 liters per second. So the Q through this one is 40 liter per second. Section 1 is, that means this section, okay, 1 is 10 meter above datum and section 2 is 6 meter above datum. Find the intensity of pressure at section 2. Find the intensity of pressure at section 2. That means you have to find out what is P2. Okay, given that P1 is equal to 400 kilonewton per meter square. അപ്പോൾ തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഈ P2 കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. അപ്പോൾ സെക്ഷൻ 1ലെ ഡയമീറ്റർ തന്നിരിക്കുന്നത് D1 ഈക്വൽ ടു 300 mm ആണ്. 300 mm എന്ന് പറയുമ്പോൾ 0.3 മീറ്റർ എഴുതാം. സെക്ഷൻ 2ലാണ് ഡയമീറ്റർ തന്നിരിക്കുന്നത് D2 0.15 മീറ്റർ. ഓക്കെ, ഇനി ഏരിയ നമുക്ക് D1ഉം D2 ഉണ്ടെങ്കിൽ ഏരിയ A2ഉം A1ഉം A2ഉം കണ്ടുപിടിക്കാൻ പറ്റും. സോ ഏരിയ ഈക്വൽ ടു π/4 D² ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് A1 ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 0.0707 മീറ്റർ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാം. A2 ഈക്വൽ ടു π/4 ഇൻറ്റു 0.15 സ്ക്വയർ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ A2 ഈക്വൽ ടു 0.01767 മീറ്റർ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി തന്ന ഡീറ്റെയിൽസിൽ P1 തന്നിട്ടുണ്ട്. P1 എത്രയാണ് തന്നിരിക്കുന്നത്? 400 kilonewton per meter square തന്നിട്ടുണ്ട്. P2 നമുക്ക് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡാറ്റം ഹെഡ് സെക്ഷൻ 1 ആണെങ്കിൽ 10 മീറ്റർ എബവ് ആണ് തന്നിട്ടുണ്ട്. Z1 ഈക്വൽ ടു 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ Z2 ആണെങ്കിൽ എത്ര തന്നിട്ടുണ്ട്? 6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദാറ്റ് വി ഹാവ് Q. ഇത് Q1 ആണോ Q2 ആണോ? രണ്ടും ആണല്ലേ. Q1 ഈസ് ഈക്വൽ ടു Q2 ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 40 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.04 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പൈപ്പിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അറിയാം. എന്താ ബെർണോളിസ് ഇക്വേഷൻ? P1/ρg പ്ലസ് V1/2g പ്ലസ് Z1 is equal to P2/ρg plus V2/2g plus Z2. ഇതാണ് ഫോർ ആൻ ഐഡിയൽ ഫ്ലൂയിഡ്, റൈറ്റ്? നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇത് ഐഡിയൽ ഫ്ലൂയിഡ് ആണോ റിയൽ ഫ്ലൂയിഡ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഹെഡ് ലോസിനെ കുറിച്ച് യാതൊരു ധാരണയും തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഐഡിയൽ ഫ്ലൂയിഡായിട്ട് എടുക്കാം. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് P1/ρg, P1 തന്നിട്ടുണ്ട്. V1 നമുക്ക് Qയിൽ നിന്ന് കണ്ടുപിടിക്കാം. Z1ഉം തന്നിട്ടുണ്ട്. P2 നമുക്ക് കണ്ടുപിടിക്കണം. V2 നമുക്ക് ഈ Q2ൽ നിന്ന് കണ്ടുപിടിക്കാം. Z2 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? V1ഉം V2ഉം കണ്ടുപിടിക്കണം. അപ്പം വെലോസിറ്റി ഓഫ് പൈപ്പ് ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് V1 കണ്ടുപിടിക്കാം. V1 വിൽ ബി ഈക്വൽ ടു Q/A1 അല്ലേ? അപ്പോൾ 0.04 ഡിവൈഡഡ് ബൈ A1 എത്രയാണ് തന്നിരിക്കുന്നത്? 0.0707. അപ്പോൾ നിങ്ങൾക്ക് V1 എത്ര കിട്ടും? 0.566 കിട്ടും. സിമിലർലി നിങ്ങൾ എന്ത് ചെയ്യുക?
V2 കണ്ടുപിടിക്കുക. അപ്പോൾ V2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് V2 എത്ര കിട്ടും? V1 0.566 കിട്ടും. V2 നിങ്ങൾക്ക് 2.264 കിട്ടും. അതായത് 0.04 ഡിവൈഡഡ് ബൈ 0.01767 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.264 കിട്ടും. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ആയി. ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം ബെർണോളിസ് ഇക്വേഷനിൽ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ P1 ബൈ റോ ജി, P1 എത്രയാണ്? 400 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ 400 × 10⁻³ ഡിവൈഡഡ് ബൈ റോ ജി എത്രയാണ്? 1000 × 9.81 പ്ലസ് V1 എത്രയാണ് തന്നിരിക്കുന്നത്? 0.566 സ്ക്വയർ, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണേ, സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 9.81 പ്ലസ് Z1 എത്രയാണ് തന്നിരിക്കുന്നത്? 10. ദിസ് ഈസ് ഈക്വൽ ടു P2 ബൈ 1000 × 9.81 പ്ലസ് V2 എത്രയാണ് തന്നിരിക്കുന്നത്? 2.264 V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 9.81 പ്ലസ് 6. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് P2 എത്ര കിട്ടുന്നു? ഇനി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബാലൻസ് ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 436.8 × 10⁻³ കിട്ടും. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ചെയ്ത് നോക്കുക. ബാക്കി തന്നിരിക്കുന്ന ന്യൂമറിക്കൽസും ചെയ്ത് നോക്കുക.